ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് മത്തങ്ങ കൊണ്ട് ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് മത്തങ്ങ, ഒരു 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. മത്തങ്ങ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തോടോട് ഉപയോഗിക്കുന്നുണ്ട്. തോട് ഗുണമുള്ള സാധനമാണ്, നമുക്ക് കളയേണ്ട കാര്യമില്ല. പിന്നെ വേണ്ടുന്നത് വൻപയറാണ്. വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കാം. അതിന് മുമ്പ് ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാം വിലയേറിയ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മത്തങ്ങയും പയറും ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പയർ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. പയർ വേവാനുള്ള വെള്ളം നമ്മൾ ആദ്യമേ തന്നെ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഞെടിയെടുക്കാം. നമ്മൾ തേങ്ങ എല്ലാം നന്നായിട്ട് ഞെടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂട്ടുകറി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റാണ്. ചോറിനും കഞ്ഞിക്കും ഒക്കെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കൂട്ടുകറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് തേങ്ങ വറുത്തിടുന്നുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം തേങ്ങയുടെ വറുത്തിടുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എടുക്കുമ്പം തേങ്ങയുടെ വറുത്തിടുക. കണ്ടില്ലേ, അവിടെ മത്തങ്ങ കൂട്ടുകറി സൂപ്പറാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.